ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ആയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനെ പറ്റിയും പ്രസൻറ്റേഷനും കാര്യങ്ങൾ എഡിറ്റിങ്ങിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഞങ്ങളെപ്പോലുള്ള കുഞ്ഞ് യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കിതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല പ്രസൻറ്റേഷനാണ്, ഞാൻ നിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അവളുമായിട്ട് ഞാൻ കുറേ നാളായി ചാറ്റ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ എനിക്കതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അപ്പം അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ എഡിറ്റിങ് നല്ലതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോന്നിയിലാണ്, പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോന്നി എക്കോ ടൂറിസം ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. ആനസങ്കേതം അല്ലെങ്കിൽ കോന്നി എക്കോ ടൂറിസം കാണാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് നമ്മൾ കൊട്ടവഞ്ചി സവാരിക്കായിരുന്നു കോന്നിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു വിചാരം കൊട്ടവഞ്ചി സവാരിയും അതായത് കോന്നി എക്കോ ടൂറിസം തന്നെയാണ് അടവി എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ട് കൊട്ടവഞ്ചി സവാരിയും ആനക്കൂടാരൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇവിടെ മൺഡേ ഹോളിഡേ ആണ്. മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയും കാർ പാർക്കിങ്ങിന് 30 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആദ്യം കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു കൂടാരം കേട്ടോ, ഈ ഒരു ആനക്കൂടാരമാണ്. ഇവിടെയാണ് ഇവിടുത്തെ ഫേമസ് കുറുമ്പനുള്ളത്, കൊച്ചയ്യപ്പൻ. പേര് പോലെ തന്നെ ഈ ആനസങ്കേതത്തിലെ ഏറ്റവും കൊച്ചാൾ നമ്മുടെ കൊച്ചയ്യപ്പനാണ് കേട്ടോ. കൊച്ചയ്യപ്പൻ നമ്മളെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്ക് കിട്ടിയ സാധനമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക, ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. അങ്ങനെ കൊച്ചയ്യപ്പനെയൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ നേരെ നടക്കുമ്പോൾ കാണുന്നത് ഒരു പാർക്ക് ഏരിയ പോലത്തെ ഏരിയയാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ്, സ്വിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലോട്ട് വലുതായിട്ട് പോയില്ല. അവിടെ ഒരു നല്ല മയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ മാനിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് നല്ല പ്ലേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഹരിതാപയും പച്ചപ്പും ഒക്കെ നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ കോന്നി എക്കോ ടൂറിസം. നമ്മൾ കാണുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് എലിഫൻറ്റ് മ്യൂസിയം ആണ്. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ എലിഫൻറ്റ് മ്യൂസിയത്തിൽ കയറിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ കണ്ടതിന് ശേഷം എലിഫൻറ്റ് മ്യൂസിയത്തിൽ കയറി. എലിഫൻറ്റ് മ്യൂസിയത്തിൽ കയറുമ്പോൾ തന്നെ അവിടെ നമ്മൾ നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം അകത്ത് കയറാൻ. കണ്ടോ, എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് അകത്ത് കയറിയത്. നമ്മൾ എലിഫൻറ്റ് മ്യൂസിയത്തിലോട്ട് വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ കുട്ടി ആനയാണ് കേട്ടോ. ഈ ആനയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, നോക്കിയാലോ. ഞാനൊരു പാവം കുട്ടിയാനയാണേ, എൻ്റെ പുറത്ത് ഇരിക്കരുതേ. അങ്ങനെ ഒരു ക്യൂട്ട് ബോർഡൊക്കെ ഉണ്ട് ആദ്യം. അങ്ങനെ നമ്മൾ ഈ ആനക്കുട്ടനെയൊക്കെ കണ്ട് നമ്മൾ മ്യൂസിയത്തിലുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു ഗജവീരനെ കാണാം. പിന്നെ ഒരുപാട് ആനകളുടെ ഫോട്ടോസ്, കാര്യങ്ങൾ, ആനയുടെ ഹിസ്റ്ററി, അങ്ങനത്തെ ഒരുപാട് എവല്യൂഷൻ, അങ്ങനത്തെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആനയുടെ സ്കെൽട്ടൻ, അങ്ങനെ ആന റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സംഭവങ്ങളും ഈ ഇവിടെ എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു. കത്തി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളവിടെയൊക്കെ നമുക്ക് ആക്ച്വലി നമ്മൾ ഈ കോന്നി പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊട്ടവഞ്ചിയായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ എലിഫൻറ്റ് മ്യൂസിയം ഒന്നും കാണാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു. എനിക്ക് കൊട്ടവഞ്ചി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോന്നി പോയത് തന്നെ. അപ്പം നമ്മൾ കോന്നി എക്കോ ടൂറിസമാണ് ഗൂഗിൾ മാപ്പിൽ ഇട്ടത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. പിന്നെ നമ്മളൊരു AV റൂമിലാണ് കയറിയത്. AV റൂമിൽ കയറുമ്പം AV റൂമിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കുറച്ച് കിളികളുടെ സൗണ്ടൊക്കെ ഒരു ചേച്ചി അവിടെ കൺട്രോൾ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കേട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല, കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ കാണാനുണ്ടായിരുന്നു. കുറച്ച് നല്ല ഫോട്ടോസ് ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ, ഒന്നും പറയില്ല. പിന്നെ കൂപ്പ് തടി മുറിക്കൽ, ആ ഒരു സ്റ്റെപ്പ്, സ്റ്റേജസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്, അളിയനും പോകുന്നത് കണ്ടോ.
അങ്ങനെ നമ്മൾ അവിടുത്തെ എക്സിബിഷനൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ മറ്റൊരു പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആനസംഗീതം. അപ്പം നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് കൊച്ചയ്യപ്പനെ മാത്രമല്ലേ കണ്ടുള്ളൂ, ബാക്കി ആനക്കുട്ടന്മാരെയൊക്കെ കാണണ്ടേ. അങ്ങനെ നമ്മളിതാ ഓരോ എലിഫൻറ്റിൻ്റെ ഷെൽട്ടറിലേക്കും പോവാണ്, അതായത് ഓരോരോ ആനക്കൂട്ടിലേക്കും പോവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മേളിലോട്ടൊന്ന് കയറണം ഓരോ ആനക്കൂടും എത്താൻ. അങ്ങനെ നമ്മൾ കയറി വരുമ്പം ആദ്യം 2 ആനകളെ കാണും. ഒരാളിവനാണ്. ആനകളെല്ലാം എല്ലാവരും നല്ല ഡീസൻറ്റ് കുട്ടപ്പന്മാരായിട്ടാട്ടോ നിൽക്കുന്നത്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നോക്ക് ഗോപിയൊക്കെ തൊട്ട് സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവനെ കണ്ടു ആദ്യം. പാവം പിടിച്ചൊരു ആനയായിരുന്നു. അപ്പുറത്ത് വേറൊരാളുണ്ടായിരുന്നു. ആളുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രിയദർശിനി രാംദാസ് ആണോ? അല്ലേ. അപ്പോൾ പ്രിയദർശിനിയൊക്കെ കണ്ടു. പിന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കുറുമ്പൻ നിൽപ്പുണ്ടായിരുന്നു. അവനായിരുന്നു കൂട്ടത്തിൽ കുറുമ്പൻ. അപ്പം ലാസ്റ്റ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവനായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത്. എല്ലാവരും കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് കിട്ടിയതും കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ 3 ആനകളേ ഉള്ളൂ ഇപ്പം നിലവിലവിടെ. അല്ല, ഇവർ കൂടാതെ കൊച്ചയ്യപ്പൻ, മൊത്തം 4 ആനകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവരെ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പം വീണ്ടും ഒരു എക്സിബിഷൻ പോലത്തെ ഒരു ഹോള് കണ്ടു. അപ്പോൾ ആദ്യം അവിടെ കാണുന്നത് മൂവി ബേസ്ഡ് ഓൺ എലിഫൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങളാണ്. ഇവിടെ ആർട്ട് വർക്ക്സ് ആണ്, എലിഫൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള ആർട്ട് വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പല സൈസിലുള്ള ആനകൾ, പല കളറിൽ പല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തത്, നമ്മുടെ നെറ്റിപ്പട്ടം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എലിഫൻറ്റിൻ്റെ പല രീതിയിലുള്ള ആർട്ട് വർക്ക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിത് ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർട്ട് വർക്ക്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ കോന്നി വന്നത് കൊട്ടവഞ്ചി സവാരിക്കാണല്ലോ, എങ്കിലും ഇവിടം വരെ വന്നതല്ലേ, ഇതൊക്കെ കണ്ടിട്ട് പോകണ്ടേ. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയാണ് പോയത്. പക്ഷേ ഇവിടെ ഒന്നും അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരു ദിവസം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ ആർട്ട് വർക്ക്സ്, എലിഫൻ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കോന്നി എക്കോ ടൂറിസം. പിന്നെ കോന്നിയിൽ നിന്ന് നമുക്ക് അടവിയിലും പോയിട്ട് വരാം. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ നല്ല ഹരിതാപയും പച്ചപ്പും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ടെന്നാണ് മനസ്സിലായത് ബോർഡൊക്കെ കണ്ടപ്പം. അപ്പോൾ ഞങ്ങൾ കരുതി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് 3D തിയേറ്ററിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഇതാണ് നമ്മുടെ 3D തിയേറ്റർ. അപ്പം ഇവിടെ എക്സ്ട്രാ 60 പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് വലിയ തൽപരകക്ഷികളല്ലാത്തതുകൊണ്ട് നമ്മൾ 3D തിയേറ്ററിൽ കയറിയില്ല. ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ താമരശ്ശേരി ചുരമായിരുന്നു. ആ ചെറിയ സ്പാനറിങ് എടുത്തേ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നപ്പം നമ്മളുടെ വിചാരം കോന്നി എക്കോ ടൂറിസവും അടവി ഒന്നാണെന്നാണല്ലോ. അപ്പം നമ്മൾ കൊട്ടവഞ്ചി ഇതുവരെ കണ്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കയറി നോക്കാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ വെള്ളം കാണും, അവിടെ ആയിരിക്കും ഇനി കൊട്ടവഞ്ചി സവാരി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ മേളിലോട്ട് ആ കയറ്റത്തിലോട്ട് കയറി പോയിട്ടങ്ങ് അവിടെ വെള്ളവും ഇല്ല, കൊട്ടവഞ്ചി ഇല്ല, ഒന്നുമില്ല. ചുമ്മാ കുറേ നടന്നു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിന്നെ കുറേ നടന്നു വന്നപ്പോൾ നമ്മളെ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. പിന്നെ അതൊക്കെ കുറച്ച് വീഡിയോയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെയും കുറേ നടന്നു വന്നിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടേ. എന്തായാലും ഞങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന ചേച്ചി അങ്ങ് പോയി. ആ തക്കത്തിന് എൻ്റെ ചേട്ടൻ ഊഞ്ഞാലിൽ കയറി ആടാൻ തുടങ്ങി. അങ്ങനെ ചേട്ടൻ കുറച്ച് നേരം ആടിക്കഴിഞ്ഞു. ചേട്ടൻ എണ്ണീറ്റ ഗ്യാപ്പിൽ ഞാനും കുറച്ച് നേരം ആടി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തു. പിന്നെ നമുക്ക് മനസ്സിലായി അടവി ഇവിടെ അല്ല, അത് രണ്ടും രണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ കരുതി വെളിയിൽ ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ചോദിക്കാം എവിടെയാണ് കൊട്ടവഞ്ചി സവാരി ഉള്ളതെന്ന്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് അവിടെ കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ കണ്ടത്. അപ്പോൾ എന്നാൽ കരുതി അവിടെയും കൂടെ കയറി കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ കരുതി നമ്മളിത് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കാമെന്ന് കരുതി ഈ അടവി എവിടെയാണെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി മെഡിസിനൽ പ്ലാന്റ്സും ഓരോ നാളനുസരിച്ചുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അടവി പോയിട്ടുണ്ടായിരുന്നു. അടവി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്